ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതെന്നാ ഉണ്ടാക്കുന്നതെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അതുപോലെ 2 മാങ്ങ എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം കേട്ടോ. മാങ്ങയെല്ലാം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്യാം കേട്ടോ. ഇത് വലിപ്പത്തിൽ വേണോ അല്ലെങ്കിൽ അതെല്ലാം ചെറുതായിട്ട് വേണോ, അത് നമ്മളെ ഇഷ്ടത്തിനുള്ളത് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ഇതുപോലെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയെല്ലാം കുട്ടിക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു കിടിലൻ റെസിപ്പിയാണ്. കാണിച്ചു കേട്ടോ. ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കഷ്ണാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും എടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം നമുക്കിനി ഗ്രേറ്റ് ചെയ്തെടുക്കാം. മാങ്ങ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ കൊത്തി എറിഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് ഇതേപോലത്തെ 3 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലുതും 1 ചെറുത് കേട്ടോ. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതിയേ. ഇത് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ നല്ലോണം മാങ്ങ വെന്ത് വരും കേട്ടോ. മാങ്ങ വേണമെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടും അങ്ങനെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലൊന്നും ഫ്രൈ ചെയ്യുന്നില്ല. നല്ല പോലെ ഒന്ന് വേവട്ടെ. ശർക്കരയൊക്കെ നല്ല പോലെ ഉരുകി വരട്ടെ കേട്ടോ. നമ്മൾ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല പോലെ മാങ്ങയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അരിഞ്ഞെടുത്തത് മാങ്ങ ഇങ്ങനെ കുറച്ച് വലുതായി അരിഞ്ഞെടുത്താൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കിതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല രുചിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും മധുരവും എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു നുള്ള് ചുക്ക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചെറിയ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടല്ലേ? നല്ല പോലെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടച്ചുറപ്പുള്ള ബൗളിൽ സൂക്ഷിക്കാം കേട്ടോ. പോയി പോകത്തൊന്നുമില്ല. ഇത് വെള്ളം ഇട്ട സ്പൂണ് ഇടാൻ പാടില്ല കേട്ടോ. വെള്ളം ഉള്ള സ്പൂൺ ഇടാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഒരു ദിവസം നമുക്ക് പുറത്ത് വെക്കാം, പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന സീസണല്ലേ. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.